പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വലിയ നോമ്പിലെ 39-ാം ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് കടക്കുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ തൻ്റെ സഹന മരണ ഉത്ഥാനങ്ങൾ ശിഷ്യന്മാരോട് പലതവണ ആവർത്തിച്ചു പറയുന്നു. അത് 3-ാം തവണ പറയുന്നതാണ് ഇന്നത്തെ നമ്മുടെ തിരുവചന ധ്യാന വിഷയം. 32-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: അവർ ജെറൂസലേമിലേക്കുള്ള വഴിയെ നടന്നു പോവുകയായിരുന്നു. ഈശോ അവരുടെ മുമ്പിൽ നടന്നിരുന്നു. അവർ വിസ്മയിച്ചു, അനുയാത്ര ചെയ്തിരുന്നവർ ഭയപ്പെടുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, തൻ്റെ ശിഷ്യരോട് 3-ാം വട്ടം ഇവിടെ തൻ്റെ വരാനിരിക്കുന്ന സഹനങ്ങളെയും കുരിശുമരണത്തെയും കുറിച്ച് മുൻകൂട്ടി പറയുമ്പോൾ ഈശോയ്ക്ക് അതിൽ യാതൊരു ഭയവുമില്ല, മനഃശാഞ്ചല്യവുമില്ല എന്ന് ശിഷ്യന്മാർ അത്ഭുതത്തോടെ നോക്കി തിരിച്ചറിയുകയാണ്. തിരുവചനം പറയുന്നു, അവർ വിസ്മയിച്ചു, കൂടെ പോയിരുന്നവർ, അനുയാത്ര ചെയ്തിരുന്നവർ ഭയപ്പെടുകയും ചെയ്തു. ഈശോ ഒരു കൂസലുമില്ലാതെ സഹനത്തിലേക്ക്, കുരിശിലേക്ക് നടന്നു പോകുന്നത് കണ്ടപ്പോൾ, ജെറൂസലേമിലേക്കുള്ള വഴിയെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ കുരിശാരോഹണം നടക്കാനുള്ള വഴിയിലേക്ക് ബോധപൂർവം ചെന്ന് കയറുന്ന, അറിയാതെ ചെന്നുവിടുന്നതല്ല, ബോധപൂർവം അത് മനസ്സിലാക്കി അതിലേക്ക് നടന്നു കയറുന്ന ഈശോയെ കണ്ട് ശിഷ്യന്മാർ വിസ്മയിക്കുന്നു. കൂടെ പോയിരുന്നവർ തങ്ങൾക്കും അതേ ഗതി വരുമോ എന്നോർത്ത് ഒരുപക്ഷെ ഭയപ്പെടുകയും ചെയ്യുന്നു. ഈശോ അതിലേക്ക് പോകുന്നത് മനസ്സില്ലാ മനസ്സോടെയല്ല, മറിച്ച് മനസ്സിൽ സ്വയം തീരുമാനിച്ച് ഉറപ്പിച്ചു തന്നെയാണെന്ന് ഈ വാക്കുകൾ വ്യക്തമാക്കുന്നു. ശിഷ്യന്മാരത് ഈശോയുടെ പ്രവർത്തനം കണ്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഈശോ ഇത് വളരെ ധൈര്യത്തോടെ, വളരെ ആത്മവിശ്വാസത്തോടെ ഈ കുരിശിലേക്ക് നടന്നു കയറുന്നതിന് ഈശോയ്ക്ക് 2 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഈശോയ്ക്ക് ദൈവഹിതം വെളിപ്പെട്ടു. ഇതെല്ലാം പിതാവ് തീരുമാനിച്ച, പിതാവ് നിയന്ത്രിക്കുന്ന, പിതാവ് അനുവദിച്ചതുകൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. 2, അതുകൊണ്ട് തന്നെ ഈ അപമാനത്തിൻ്റെ സർവ്വ കണക്കും തീർത്ത് പരിഹാരം ചെയ്യുന്ന മഹനീയമായ ഒരു ഉയർപ്പ് ഇതിനെല്ലാം ശേഷം തനിക്കുണ്ടാവുകയും ചെയ്യും. ഈശോ പറഞ്ഞ ശിഷ്യന്മാരോട് അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്: ഇങ്ങനെയൊക്കെ കടന്നു പോയാലും എന്നാൽ 3-ാം ദിവസം ഞാൻ ഉയർപ്പിക്കപ്പെടുകയും ചെയ്യും. ഈശോ ഈ സഹനത്തിലേക്ക് പോകുമ്പോൾ ഈശോയുടെ വലിയ ഉറപ്പ് ഈ 2 കാര്യങ്ങളായിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പലതരത്തിലുള്ള കുരിശനുഭവങ്ങളിലേക്ക് നമുക്കതിനെ ഒഴിവാക്കാൻ വയ്യാതെ ബോധപൂർവം നടന്നു കയറുമ്പോൾ, അതിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട 2 ബോധ്യങ്ങൾ ഈശോയുടെ മനസ്സിലുണ്ടായിരുന്ന ഈ 2 കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന്, ഇത് എൻ്റെ സ്വർഗീയ പിതാവ് എനിക്ക് അനുവദിച്ചതും അവൻ തന്നെ ഈ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതും അവൻ്റെ സമ്മതമുള്ളതും എന്നാൽ അവൻ്റെ പദ്ധതിയിൽപ്പെട്ട കാര്യവുമാണ്. അങ്ങനെ ഒരു ദൈവം എനിക്ക് ഒരു കാര്യം, ഈ തരത്തിലൊരു സഹനമോ ഒരു ദുരിതമോ ഒരു കുരിശോ ഒരുക്കുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്ത് ഇതുകൊണ്ട് അവസാനിപ്പിക്കാതെ അതൊരു ഉയർപ്പിലേക്ക്, ഒരു ഉത്ഥാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, ആശ്വാസത്തിലേക്ക്, വീണ്ടും കൂടുതൽ ഉണർവോടെ കടന്നു വരാനുള്ള ഒരു കാര്യത്തിലേക്ക് ആ ദൈവം തന്നെ എന്നെ കൂട്ടിക്കൊണ്ടു പോകും എന്നുള്ള ഉറപ്പും കൂടെയാണ് നമുക്കും ഉണ്ടാകേണ്ടത്. ശിഷ്യന്മാർ വിസ്മയിച്ചത് ഈശോ ഈ സഹനത്തിലേക്ക് നടന്നു പോകുന്നത് കണ്ടാണ്. എന്നാൽ ഈശോ മറ്റൊരു കാര്യത്തിൽ ഈശോ വിസ്മയിച്ചു. അത് പിതാവിന് ഇത്തരത്തിലൊരു പദ്ധതി തന്നെക്കുറിച്ച് ഉണ്ടല്ലോ എന്നോർത്ത് ഈശോ വിസ്മയിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെ സഹനങ്ങളിലേക്കും നമുക്ക് പതറാതെ, മനഃശാഞ്ചല്യമില്ലാതെ, ബുദ്ധിമുട്ടാതെ ദൈവത്തിൽ ആശ്രയിച്ച് നടന്നു പോയാൽ ഒന്നിനെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. മറിച്ച് ദൈവം നമുക്ക് ഇത്തരത്തിൽ വലിയ ഒരു വിജയം ഏറ്റവും ഒടുവിൽ നൽകുമെന്ന കാര്യത്തെ ഓർത്ത് നമുക്ക് അത് കണ്ട് വിസ്മയിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. സഹനങ്ങളിൽ പതറാതിരിക്കാൻ, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് വിചാരിക്കാനും, എപ്പോഴും ഇതിന് ശേഷം മഹനീയമായ ഒരു സന്തോഷം ഈശോ തരുമെന്നും ഒരാശ്വാസം തരുമെന്ന് വിശ്വസിക്കാനുള്ള വലിയ ബോധ്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുന്ന ദിവസമാകട്ടെ ഈ നോമ്പിൻ്റെ സമാപന ദിവസങ്ങൾ. അതിനുള്ള അനുഗ്രഹം നമ്മുടെ മനസ്സിൽ ഉറയ്ക്കാൻ വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.